ജാപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടിയോളം തുളസിയുടെ ഇല, ഒരു പിടിയോളം പനിക്കൂർക്ക അല്ലെങ്കിൽ ഞാവര ഇല, കുറച്ച് പേരയുടെ ഇല, ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താലും മതി. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. പണ്ടൊക്കെ ഇത് കോമൺ ആയിട്ട് വീടുകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഷുഗർ കാപ്പി ഇട്ട് കുടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടിയല്ലേ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഇതിൻ്റെ പൊടികളുണ്ടാക്കി ഒന്ന് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൽ നിന്ന് ഒരു ടീസ്പൂണൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നാൽ മതി കേട്ടോ. നമുക്ക് വേണ്ടത് ചുക്കാണ്. ഏകദേശം ഈ ഒരളവിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചുക്ക് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 9 ഗ്രാമ്പൂ, 9 ഏലയ്ക്ക. ഫ്ലെയിം ഓണാക്കി കൊടുത്തു എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിത് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. അതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. എപ്പോഴൊക്കെയാണ് നമുക്ക് ചുക്ക് കാപ്പിയുടെ ആവശ്യം വരുന്നത് സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് കുറച്ച് പനങ്കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിപ്പട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂണോളം ജാപ്പി പൗഡർ ചേർത്ത് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ എഫക്റ്റീവാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. ട്രൈ ചെയ്ത് നോക്കും.